ഓട്ടോറിക്ഷ കിട്ടിയത്. ആ ഓട്ടോൻ്റെ ഫ്രണ്ട് ലുക്ക് കാണിക്കാം. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, നല്ല മിടുക്കൻ ഓട്ടോറിക്ഷ. ഇതിനകത്ത് ബാറ്ററിക്കൊക്കെ നല്ല പവറുണ്ട്. എന്താണോ ഒരു ആപ്പ് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ടൗൺ പെർമിറ്റ്. അത് കൊടുത്ത് അവന് വേറെ കോമൺ ആയിട്ട് വേറെ കാറിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട് കൂടുതൽ അറിയാലോ. വീട്ടിലെ പാവയ്ക്ക 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 ഇത് പെങ്ങളുടെ കൊച്ച്, ഇതെൻ്റെ മോന്. ഉമ്മ കഴിക്കാനായിട്ടുണ്ടല്ലോ, എടുത്തോ. വീണ്ടും വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയായിട്ട്. ഇന്ന് രാവിലത്തെ ഓട്ടം വലിയ കുഴപ്പമില്ലാത്ത ഓട്ടമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് വണ്ടി ഓട്ടം പോയി. ഇപ്പോൾ സെക്കൻഡ് വണ്ടിയാണ്. ഇനി എനിക്ക് ഇറങ്ങി ഓട്ടം നോക്കണം. ഫസ്റ്റ് വണ്ടി സെക്കൻഡ് വണ്ടി കഴിക്കാൻ അപ്പം തന്നെ ഇറങ്ങി ഓട്ടം നോക്കണം. നല്ല വെയിലും തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. ഇപ്പം പാലച്ചോട് സ്റ്റാൻഡാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഓട്ടം വരട്ടെ, നമുക്ക് ഓട്ടത്തിൻ്റെ വിശേഷങ്ങൾ കാണിച്ച് പോകും. ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ. അവിടെ നമ്മുടെ പാലച്ചോട് സ്റ്റാൻഡ് ഒരുപാട് നേരം കിടക്കേണ്ട വന്നില്ല. അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടി. മംഗലം ഇച്ചിരി ഉള്ളിലോട്ടാണ്, മൊത്തം ഇടവഴിയാണ്. ഇടവഴി കയറി വരുവാണ്. ഇവിടെ ആണെങ്കിൽ ട്രാക്ക് ഉണ്ട്, അതിന് മുമ്പ് കയറണം. യെസ്, ട്രാക്ക് ക്രോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാലച്ചോട് സ്റ്റാൻഡിൽ തന്നെ പോകാം. പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, പഞ്ചായത്ത് പെർമിറ്റാണ്. എനിക്ക് എല്ലാ സ്റ്റാൻഡിലും പിടിച്ച് ഓടാൻ പറ്റത്തില്ല. നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡുകളിൽ മാത്രമേ പിടിച്ച് ഓടാൻ പറ്റത്തുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് ഞാനിപ്പോൾ ഓട്ടോറിക്ഷ മാത്രമല്ല ഓടുന്നത്, പുറം പണികൾ പോകുന്നുണ്ട്. അങ്ങനെയും എന്തായാലും പാലച്ചോട് സ്റ്റാൻഡിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇനി നമ്മുടെ പാലച്ചോട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അൻസിലിനെ കാണുന്നത്. അൻസിലിൻ്റെ വണ്ടി ഏകദേശം 60,000 രൂപക്ക് കിട്ടിയ ഓട്ടോറിക്ഷ. 60,000 രൂപ കിട്ടിയ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല കിട്ടിയത്. സിംഗിൾ പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചാണ് ഓട്ടോറിക്ഷ കിട്ടിയത്. ആ ഓട്ടോൻ്റെ ഫ്രണ്ട് ലുക്ക് കാണിക്കാം. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, നല്ല മിടുക്കൻ ഓട്ടോറിക്ഷ. ഇതിനകത്ത് അവൻ പണിതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തവും പൈപ്പ് കയറ്റിയിട്ടുണ്ട്. സിംഗിൾ പൈപ്പായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ സ്റ്റീലിൻ്റെ സാധനമാണ് കയറ്റിയിരിക്കുന്നത്. സ്റ്റീലല്ല, എന്താണ് ഇതിന് പറയുന്ന, മെറ്റൽ ബോഡിയാണ്. എന്താണ് ഇതിന് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. അലൂമിനിയം, സോറി, അലൂമിനിയം ആണ് അവിടെ കത്താൻ കയറ്റിയിരിക്കുന്നത്. ഇതുണ്ടായിരുന്നു അവിടെ. ഇത് മറ്റേ പഴയ ഓട്ടോൻ്റെ പഴയൊരു ആപ്പ് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ടൗൺ പെർമിറ്റ്. അത് കൊടുത്ത് അവന് വേറെ കോമൺ ആയിട്ട് വേറെ കാറിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട് കൂടുതൽ അറിയാലോ. ചെറുപ്പക്കാർ ആൾക്കാർ കൂടുതലും ഓട്ടോറിക്ഷ മാത്രം നിൽക്കുന്നതല്ല. അതുകൊണ്ട് ആ വണ്ടി കൊടുത്ത് ഇപ്പം നല്ലൊരു വണ്ടി എടുത്ത് അത് പണിത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. 60 രൂപ കിട്ടിയ വണ്ടിയാണ് ഇത്. റെക്സിനും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ചെയ്തതാണ്. അടാ, എല്ലാം അവർ തന്നെ ചെയ്തതാണ്. അടിപൊളി പൊളപ്പം കിടപ്പാണ് കിടക്കുന്നത്. നോക്കട്ടെ, വണ്ടി സീറ്റിലൊന്നും ഇരുന്ന് നോക്കട്ടെ. കൊള്ളാം. ഹൈറ്റ് ഇച്ചിരി കൂടുതലാണോടാ? സീറ്റ് കുറച്ചും കൂടെ താഴ്ത്തണം അല്ലേ? എന്തായാലും കൊള്ളാം. പൊളപ്പൻ വണ്ടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ കൊള്ളാം. 60 രൂപക്ക് കുഴപ്പമില്ല. 60 രൂപക്ക് വണ്ടി എടുത്തിട്ട് എത്ര രൂപ മൊത്തം പണിതടാ? 30 രൂപ എടുത്തല്ലേ? 2010 മോഡലല്ലേ? എന്നാലും കുഴപ്പമില്ല. വണ്ടി ഈ കണ്ടീഷനാക്കി എടുത്തില്ലേ? വണ്ടി കിട്ടിയപ്പോൾ നല്ല മോശം കണ്ടീഷനല്ലേ? NG സൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നോക്കിയായിരുന്നു? അറിയാവുന്ന ആൾക്കാരുടെ വണ്ടി തന്നെയായിരുന്നു. ഓക്കെ. മറ്റേ ബജാജിൻ്റെ മറ്റേ കുട്ടി ഡീസൽ ആർക്ക് കൊടുത്തപ്പോൾ? ഓക്കെ. അവൻ പറഞ്ഞു ക്യാമറയിലാവും വരുന്നില്ല. എന്ന് ഭയങ്കര നാണോ വേണ്ട, അവൻ ക്യാമറയെ വരുന്നില്ല. സെറ്റ് വർക്കൊക്കെ അറിയാം. നിങ്ങൾ തന്നെ ചെയ്തല്ലേ? വേണ്ട, എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. കുഴപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടീൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓട്ടം പോയി. പിന്നെ അൻസിലും ഞാനും ഫസ്റ്റ് സെക്കൻഡുമായി. ഇപ്പോൾ വീണ്ടും അതേ പാലച്ചോട് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ്. വീണ്ടും ഫസ്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വരട്ടെ. ട്രാക്ക് ഉറക്കുമ്പോൾ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷ. പാലച്ചോട് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. മെഡിക്കലിൻ്റെ അങ്ങോട്ടായിരുന്നു നമുക്ക് ഓട്ടം കിട്ടിയത്. 3.5 കിലോമീറ്റർ 75 രൂപയുടെ ഓട്ടം ഉള്ളായിരുന്നു. ഞാൻ 70 രൂപ പറഞ്ഞുള്ളൂ. അവർ പറയും സ്ഥിരം വരുന്നത് 60 രൂപക്കാണെന്ന്. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ 5 രൂപ കുറച്ച് പറഞ്ഞപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് 60 രൂപയൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 3.5 കിലോമീറ്റർ കറക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ 80 രൂപ പറയായിരുന്നു. ഞാൻ 70 രൂപ പറഞ്ഞുള്ളൂ. അപ്പോൾ അവർ 60 രൂപക്കാണ് വരുന്നതെന്ന്. അങ്ങനെയുള്ള കസ്റ്റമറും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എനിക്ക് മാറി ഉടനെ ഞാൻ അവിടെ 70 രൂപ മേടിച്ചു തന്നിട്ട് എന്നിട്ട് അവിടുന്ന് വളഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് പഴവീട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഓട്ടം കിട്ടി. അതൊരു 40 രൂപയുടെ ഓട്ടം ആയിരുന്നു. അവിടുന്ന് പഴവീട് വരെ പോകണ്ടായിരുന്നു. ഉച്ച ശകലം ഉള്ളിലോട്ട് പോകാനായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഓടിപ്പോൾ വെള്ളക്കിണർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തിയിരിക്കുവാണ്. ഇപ്പം പരവേഷം എടുത്തിട്ട് എന്തെങ്കിലും സോഡ സർബത്ത് എന്തെങ്കിലും കുടിക്കാം. അതിനുവേണ്ടി വന്നതാണ്. നമുക്ക് നേരെ ഇനി കടയിലോട്ട് പോവാം. ഓക്കെ. ഓടിച്ച് വന്നപ്പോൾ ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്. ഇനി നേരെ നമുക്ക്
ഏതെങ്കിലും സ്റ്റാൻഡിൽ നോക്കണം, ബീച്ച് സ്റ്റാൻഡാ. പോകുന്ന വഴിയിൽ ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഓട്ടം പോവാം. ഓട്ടത്തിന് വണ്ടി സ്റ്റാർട്ടാക്കാം. ഭയങ്കര ചൂട്. തിരിഞ്ഞ് വരുന്ന വഴിയിൽ തന്നെ ഒരു 4 ഓട്ടം കിട്ടി. ചെറിയ ചെറിയ ഓട്ടങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റാംപുറം സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. റാംപുറം സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അൻസിലി, അപ്പു, ഷൈജപ്പൻ, നമ്മുടെ പഴയ സ്ഥിരം കാണുന്ന ആൾക്കാർ, മുഖങ്ങൾ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്നപ്പോൾ ഫോണിൽ കോൾ വന്ന് വീട് വരെ ഒന്ന് പോകണം, ഉമ്മച്ചിയായിട്ടൊന്ന് ബാങ്ക് വരെ ഒന്ന് പോകണം. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ നിന്ന് നേരെ ബാങ്ക്. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ഹോണും ഇൻഡിക്കേറ്ററും വൈപ്പറൊന്നും വർക്കാകുന്നില്ല. എന്തായാലും വീട്ടിൽ പോയിട്ട് ഉമ്മയും കൊണ്ട് നേരെ ബാങ്കിലോട്ട് എന്തായാലും പോവാം. ഈ നേരത്തില്ല, ബാങ്കിൽ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് നേരെ ബാറ്ററി കടയിലോട്ട് പോവാം. വണ്ടി ഓഫാക്കുന്നില്ല, ഓഫാക്കാതെ തന്നെ പോവാം. അപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുത്തപ്പോൾ തള്ളിയാണ് സ്റ്റാർട്ടാക്കിയത്. ഒറ്റടി തന്നെ തള്ളി സ്റ്റാർട്ടായി. എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. ഫീസ് പോയതല്ല, ഞാൻ ബാക്കിൽ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മയെ കൊണ്ട് നേരെ ബാങ്കിൽ. ഒന്നും മറക്കാവുന്നില്ല, ഒരു വകയും മറക്കാവുന്നില്ല. ഇപ്പോൾ ഉമ്മ എന്തായാലും വരുന്നുണ്ട്. ഉമ്മേനെ നേരെ ബാങ്കിൽ കൊണ്ട് ഇറക്കിയിട്ട് വേണം എനിക്ക് നേരെ ബാറ്ററി കടയിലോട്ട് പോകാൻ. കുറേ നാൾക്ക് ശേഷമാണ് ബാറ്ററി കടയിലോട്ട് പോകുന്നത്. നേരെ ഇനി ബാറ്ററി കടയിലോട്ടല്ല, ആദ്യം നമുക്ക് ബാങ്കിലോട്ട്. എന്നിട്ട് അവിടുന്ന് ഇറക്കിയിട്ട് ബാറ്ററി കടയിലോട്ട് പോകാം. ഉമ്മയെ കൊണ്ട് അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി വർക്ക്ഷോപ്പ് എത്താറായിട്ടുണ്ട്. എന്ത് പറയുമെന്ന് അറിയത്തില്ല, കൊണ്ടിട്ട് കൊടുക്കാം വണ്ടി. ഓരോ ആൾക്കാർ ഓരോരോ തിരക്ക് നിൽക്കുവാണ്. ഇപ്പം എൻ്റെ വണ്ടീനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ചെറിയ പണി വല്ലതും ആയിരിക്കും. ഉണ്ണിച്ചനുണ്ട്. ഉണ്ണിച്ചൻ എന്തെടുക്കുവാന്ന് നോക്കാം. ഉണ്ണിച്ചൻ എന്തോ AC-ൻ്റെ പണിയാന്ന് തോന്നുന്നു. AC-ൻ്റെ ഇല്ല, വേറെ എന്താ പണിയില്ല. എന്ത് പണിയിലാണ് ഉണ്ണിച്ച? റൂഫ് അഴിച്ചതാ, എലി കയറിയിട്ട്. അപ്പോൾ റൂഫെല്ലാം ക്ലീൻ ചെയ്യുക. ഇതിനകത്ത് എലി കയറുക? ആണ്. എലി കയറിയിട്ട് റൂഫ് അഴിച്ചാണ്. അത് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അമ്മേ, എന്തായാലും നമ്മുടെ വണ്ടി അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ നോക്കാം. ബാറ്ററിക്കൊക്കെ നല്ല പവറുണ്ട്. എന്താണോ എന്തോ എന്തുവാ? ഓ, വണ്ടീൻ്റെ എർത്ത് പോയി കാണുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, പുള്ളി എന്തായാലും നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എർത്ത് കെട്ടായതാണോ? ഓക്കേ, അത് ഉരുക്കിടക്കുമായിരുന്നോ? പെടി കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഫീസിൻ്റെ ഒക്കെ കയറി നോക്കിയിട്ട് ഫീസിനൊന്നും കുഴപ്പമില്ലായിരുന്നു. എർത്ത് വേറെ കട്ടായിപ്പോയത്. ഇതിങ്ങനെ വണ്ടി ഓടി വരുമ്പോൾ കട്ടായി പോയില്ല. അങ്ങനെ കട്ടായി എന്താ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെത്തി മിനുക്കി. അയ്യോ, ചെത്തി മിനിക്കുന്ന സാധനം ഉണ്ടല്ലോ, നേരെ എർത്തിലേന്. അത് നേരെ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ ആ പോയിന്റോട്ട് വെച്ച് പിടിച്ചു കൊടുക്കുക. അത് പോയതാണ്, ഫുള്ളായിട്ട് പോയത്. ഞാനും ഓർത്ത് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും കഴിയുമെന്നാണ് ഇവിടുന്ന് വിശ്വാസം. പെട്ടെന്ന് തന്നെ കഴിയും. ഇപ്പോൾ ഉച്ച ആയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയി കഴിക്കണം, ഇവർക്ക് പുറത്തുനിന്ന് കഴിക്കണം എന്ന് ആലോചിക്കുവാണ്. എന്തായാലും വീട്ടിൽ തന്നെ പോയി കഴിക്കാം എന്തായാലും. ഓക്കെ, അല്ലെങ്കിൽ ഉമ്മീനെ ഒന്ന് വിളിക്കണം. ബാങ്കിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മീനെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി ചോറ് കഴിക്കാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കാം, വെയിറ്റ് ചെയ്യാം. ഇതെന്തായാലും പെട്ടെന്ന് കഴിക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി തന്നു കേട്ടോ. വലിയ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കാം. ഒരുപാട് കാറൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വണ്ടി പെട്ടെന്ന് ചെയ്ത് തന്നത്. ചെറിയ പണിയായിരുന്നു. ഓക്കെ ആയിട്ടുണ്ട്. വണ്ടി ഓഫാകട്ടെ. ഇനി നമുക്ക് പൈസ കൊടുത്തിട്ട് ഉമ്മീനെ ഒന്ന് ഫോണിൽ വിളിക്കാം. ഓക്കെ, ഉമ്മീനെ വിളിച്ച് ഇപ്പോൾ ഉമ്മ പറഞ്ഞ് നേരെ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ എന്തായാലും റെഡിയായല്ലോ. നേരെ നമുക്ക് ബാങ്കിലോട്ട് പോവാം. ഒരു വടിക്ക് 2 പക്ഷി വേണ്ട. വീർത്ത് തുടങ്ങിയാണ്, നല്ല വീർത്ത് കുളിച്ച്. കുറച്ച് നേരം അവിടെ നിന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ ഈ അവസ്ഥയായി. ഭയങ്കര ചൂട് കേട്ടോ. നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ആരും പണിക്ക് നിൽക്കുന്നില്ല. അമ്മാര് ചൂടാണ്, അത്രയൊക്കെ ചൂടാണ്. അപ്പോൾ തന്നെ കുറച്ച് നേരം ആയുള്ളൂ. ഇപ്പോൾ വീഡിയോ തന്നെ കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തന്നു. നമുക്ക് ലൈൻ ഊരിപ്പോയതാ. എന്നിട്ട് ഒരു കുറച്ച് നേരം നിന്നിട്ട് തന്നെ ഞാൻ വീർത്ത് കുളിച്ച്. ജസ്റ്റ് ആ വീഡിയോ എടുക്കാൻ വേണ്ടി എന്താണെന്ന് നോക്കാൻ വേണ്ടി നിന്നതാ. അപ്പോൾ തന്നെ ഒരു മനുഷ്യനൊരു പരുവായി. അപ്പോൾ ഈ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്നവരും അതുപോലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ സമ്മതിച്ച് തന്നെ കൊടുക്കണം. ഇപ്പോഴത്തെ ചൂടിൻ്റെ കാഠിന്യത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നില്ലേ, സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നേരെ നമുക്ക് എന്തായാലും ഇനിയിപ്പം ബാങ്കിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരെ വീട്ടിലോട്ട് കയറാം, ഭക്ഷണം കഴിക്കണം. ഉമ്മച്ചി ഗേറ്റ് അടക്കുന്നു. ഇതാണ് പൊന്നൂസ്, ഇതാണ് ലായിക്ക്. കഴിക്കടേ. പിന്നെ വിശേഷം
ഇനി ഭക്ഷണം നേരെ കഴിക്കാം. ഒരാൾ പറയുവാണ് താഴത്തെ വീട്ടിലെ പാവക്കാന്ന്. ഇങ്ങനെ പറയുന്നു, താഴത്തെ വീട്ടിലെ പാവയ്ക്ക പാവയ്ക്ക പാവയ്ക്ക. ഇത് പെങ്ങളുടെ കൊച്ച്, ഇതെൻ്റെ മോന്. ഉമ്മ കഴിക്കാനായിട്ടുണ്ടല്ലോ, എടുത്തോ. എന്താ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ സെറ്റിൽ വെറുതെ കിടന്നതാണ്. അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. 4:30 ആയപ്പോഴാണ് എണ്ണിച്ചത്. വണ്ടിയായിട്ട് വീണ്ടും ഓട്ടത്തിനിറങ്ങാം. ഇപ്പോൾ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ പതിവല്ല ഈ ഉറക്കം, പക്ഷേ എന്തോ ഉറങ്ങിപ്പോയി. അപ്പം അടുപ്പിച്ച് നൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് എനിക്ക് ഈ ഓട്ടോ അല്ലാതെ ഹോം ഷിഫ്റ്റിങ് അങ്ങനെയുള്ള വർക്കൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോസ് ഷോർട്സ് കാണുന്നവർക്ക് കുറച്ച് അറിയാം. എൻ്റെ ഓട്ടോറിക്ഷ മാത്രമല്ല ഓടുന്നു, അല്ലാനുള്ള പണിയും കാര്യത്തിലൊക്കെ ഞാൻ പോകുന്നത് കോമണായിട്ട്. അപ്പം ഇനിയിപ്പോൾ ഓട്ടമായിട്ട് ഇറങ്ങാം. ഇത് വീടിൻ്റെ അപ്പുറത്ത് നിന്ന് തന്നെ ഒരു ഓട്ടം വിളി വന്നു, പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരായിട്ട് എവിടെയാണ് പോകണം അറിയില്ല, എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഗേറ്റ് തുറന്നപ്പോൾ വണ്ടി എന്തായാലും പുറത്തോട്ട് ഇറക്കാം. ഓക്കെ, എന്തായാലും വണ്ടി ഇറക്കാം. അങ്ങനെ കൊണ്ടുപോയ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് 2-3 നേരത്ത് വെയിറ്റിംഗ് ഓട്ടം ആയിരുന്നു, എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ വല്ലതും പോകാം. നല്ല ഈ ഉറങ്ങി എണ്ണിച്ചുകൊണ്ട് ഒരു ഉഷാറില്ലായ്മ പോലെ. അപ്പം അടുത്തുള്ള ചായക്കടയിൽ തന്നെ അങ്ങോട്ട് പോവാം. ഇവിടെയാണെങ്കിൽ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നത്, റോഡെല്ലാം മോശമായിരിക്കുമോ. ജസ്റ്റ് ഒന്ന് അല്ലേ, നമ്മുടെ വണ്ടി ഓഫ് റോഡ് പിന്നെ അയ്യോ ഓടി ശീലമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വളരെ മോശം കണ്ടീഷനിൽ കിടക്കും കേട്ടോ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി മാളിമുക്ക് കടയുണ്ട്, അവിടെ പോവാം. അവിടെ പോയി ചായ കുടിക്കാം. അതായത് ഇവിടുന്ന് കഴിക്കുന്നത് ചായയും സാൻഡ്വിച്ചുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ കേട്ടോ, ചായ എടുത്തോണ്ടിരിക്കുക. ചായ കുടിച്ച് നേരെ പോയത് ബീച്ച് സ്റ്റാൻഡിലോട്ടാണ്. അവിടെ പാർട്ടി പരിപാടി നടക്കുന്നുണ്ട്. അവിടുന്ന് 2 ചേച്ചിമാരെ കിട്ടി. കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് എനിക്ക് ഓട്ടം കിട്ടി. 70 രൂപയുടെ ഓട്ടമായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നേരെ അവിടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോകും. അവിടെ വണ്ടി കുറവാണ്. അവിടെ അത്യാവശ്യം ഓട്ടം ഉണ്ട്. അത്യാവശ്യം അല്ല, നല്ല രീതിയിൽ ഓട്ടം ഉണ്ട് അവിടെ. ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട്, അല്ല ഞായറാഴ്ച അല്ലല്ലോ, ഞായറാഴ്ച കഴിഞ്ഞുള്ള ദിവസമാണ്. പക്ഷെ നല്ല ഓട്ടം ഉണ്ട്. എന്തായാലും എന്നാലും അങ്ങോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ. ബീച്ച് സ്റ്റാൻഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു. ജസ്റ്റ് ഒന്ന് ബീച്ചിൽ തിരക്കൊന്ന് കാണിക്കണ്ട. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ്. എന്താ പറയുക, മഞ്ചാടി കളക്ഷനാ. ഷൈജുവിൻ്റെ വണ്ടീനകത്ത് മഞ്ചാടി കളക്ഷൻ ഉണ്ട്. ഇത് മുന്തിരിക്കൊല്ലേൻ്റെ ഇവിടെ അമ്മീ കടാ മഞ്ചാടി കളക്ഷൻ. ഇവിടെ ഒരു മഞ്ചാടിമാരുണ്ട്. അതിനകത്ത് താഴത്തെ വീഴുന്ന മഞ്ചാടി കളക്ട് ചെയ്തിട്ട് ഷൈജു ഇങ്ങനെ എന്താ പറയുക മഞ്ചാടി ഇതിനകത്ത് കയറ്റുന്നത്, വെറുതെ കയറ്റുന്നതാണോ? ഭംഗിക്ക് കയറ്റുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കും. ഇപ്പോൾ 1, 2, 3ാമത്തെ വണ്ടിയാണ് എൻ്റെത്. ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി ആരിലൊക്കെ ഓട്ടം വരട്ടെ. ഓട്ടം ഇന്നുണ്ട്, ട്രിപ്പ് അടിച്ചിരിക്കും. അവിടെ സർക്കാരിൻ്റെ പരിപാടി നടക്കുമായിരുന്നു. അത്യാവശ്യം നല്ല ആളുണ്ട്. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നിൽക്കുമായിരുന്നു. നമ്മുടെ ബസ് സ്റ്റാൻഡ്, കൊമ്മാടി അങ്ങനെയൊക്കെ ഓടി നിൽക്കുമായിരുന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഓട്ടം പോയിട്ട് മുല്ലയ്ക്ക് വഴി വരുന്ന വഴി ഒരു താത്ത ഓട്ടം കയറിയത്. നമ്മുടെ വല്യകുളം ഇതൊക്കെ ഓട്ടം വന്നിട്ട് തുണിക്കടയിലോട്ട് ഓട്ടം വന്നതാണ്, തയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഞാൻ വെയിറ്റിംഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചു പോകേണ്ടത് നമ്മുടെ ഏരിയയിലോട്ടാണ്, മാളിമുക്ക് പടിഞ്ഞാറോട്ടമുണ്ട്. അപ്പോൾ അത്രയും ദൂരം വരെ എനിക്ക് റിട്ടേണും കൂടെ കിട്ടുക. റിട്ടേൺ എന്ന് പറഞ്ഞാൽ കയറിയ അവിടെ തൊട്ടുള്ള കൂലി, പിന്നെ ഇവിടെ നിന്നുള്ള കൂലി കിലോമീറ്റർ, അങ്ങനെ ഫുള്ള് കിലോമീറ്ററായിട്ട് തന്നെ കൂട്ടുന്നത്. മറ്റേ കിലോമീറ്റർ അല്ല, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടം പോയിട്ട് തിരിച്ചു പോകുന്നതല്ല, വെയിറ്റിംഗ് ആണ്. ഇതിപ്പോൾ വെയിറ്റിംഗ് എടുത്ത് ആളിറങ്ങിയിട്ട് നേരെ മാളിമുക്കിലിടുക. അതായത് എൻ്റെ വീടിൻ്റെ ലൊക്കേഷനായിട്ടൊക്കെ വരും, ബീച്ച് ലൊക്കേഷനായിട്ടൊക്കെ അടുത്തായിട്ട് വരും ഏകദേശം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വെയിറ്റിംഗ് കിടക്കാം. അങ്ങനെ ഇപ്പോൾ വെയിറ്റിംഗ് നിൽക്കുവാണ്. ഇപ്പോൾ വെയിറ്റിംഗ് നിൽക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഫോണിൽ. ഈ വെയിറ്റിംഗ് കിട്ടുന്ന സമയത്താണ് കൂടുതലും എൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ മാറ്റുന്നത്. അപ്പം അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും പുള്ളിക്കാരി ആ താത്ത എന്തായാലും വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊരു 150 രൂപയുടെ ഓട്ടോ ആയിരുന്നു. ഞാൻ 150 പറഞ്ഞോളൂ. ആ താത്ത 200 രൂപ എനിക്ക് തന്നു. നേരത്തെ രാവിലെ ഒരു മെഡിക്കലിന് അവിടെ പോയതിന് 70 രൂപയുടെ ഓട്ടത്തിന് 60 രൂപ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിനകത്ത് ഇട്ടായിരുന്നു ആദ്യം തന്നെ. ഈ വീഡിയോ തന്നെ ആ ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതേപോലുള്ള നല്ല കസ്റ്റമറും ഉണ്ട്. ഇപ്പം 150 രൂപ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ആ താത്താൻ ഇങ്ങോട്ട് പറഞ്ഞു വെയിറ്റിംഗ് കുറച്ചുണ്ടായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് 50 രൂപ മേടിച്ചില്ല. 200 ഓട്ടായിരുന്നു, അതാ തന്നു ചേച്ചി. ഇപ്പോൾ കറങ്ങി നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ആൾക്കാരും ഉണ്ട്.
സമൂഹത്തിലാണ്. ഫസ്റ്റ് സെക്കൻഡും പുറം വണ്ടിയാണ്, പുറം സ്റ്റാൻഡിലെ വണ്ടിയാണ്. മൂന്നാമത്തെ വണ്ടി നമ്മുടെ നിഷാദിൻ്റെ വണ്ടിയായിരുന്നു, ഒക്ടിമ വണ്ടി, പിന്നെ എൻ്റെ വണ്ടി. ഇപ്പോൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനി ആരെങ്കിലും ഇവിടുന്ന് ഓട്ടം പറ്റേ ഓട്ടം ഉണ്ട് എല്ലാവർക്കും ഉള്ള. ഇന്ന് എല്ലാവർക്കും നല്ല അത്യാവശ്യം ഓട്ടം ഉണ്ട് കേട്ടോ. ബീച്ചിൽ പരിപാടിയും കൂടെ ഉണ്ട്. ബീച്ചിൽ കിടന്ന് ഓടുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഓട്ടം തന്നെ ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടുന്ന് വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ചെറിയ വിശേഷമല്ല. ഇന്നത്തെ വീഡിയോ ഇച്ചിരി കുറച്ച് ലോങ് ആയി പോയി. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഓക്കെ.